ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 347. നമ്മൾ 63ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോഗ്യോപനിഷത്താണ് പറയുന്നത്. അതിൽ അധ്യായം 2 24ാമത്തെ ഖണ്ഡമാണ്. ഇതിൽ ഒരു യജമാനൻ എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ അതിൻ്റെ അവകാശി എന്ന നിലയിലാണല്ലോ. അപ്പം അവരെങ്ങനെ യജ്ഞം ചെയ്യണം എന്നുള്ള നിലയിലാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അതായത് ഒരു മുതലാളിയാണെങ്കിൽ എല്ലാം തന്നെ ആരാണ് ഭരണാധികാരി, അവരെങ്ങനെ യജ്ഞങ്ങൾ ഏത് നിലയിൽ ചെയ്യണം, അവരുടെ മാനസിക സ്ഥിതി ഏത് തരത്തിലായിരിക്കണം ഒരു യജ്ഞം ചെയ്യുമ്പോൾ എന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ബ്രഹ്മവാദികൾ പറയുന്നു. ബ്രഹ്മവാദികൾ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ മനസ്സിലാക്കിയവർ, വിശ്വസിക്കുന്നവർ, ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ ഒരു ശക്തിയുണ്ട്, ആ ശക്തി അതാണ് ബ്രഹ്മം, ആ സത്യം മനസ്സിലാക്കിയവർ എന്ന അർത്ഥമേ അതിനുള്ളൂ. പറയുന്നു പ്രാതസവനം എന്ന് പറഞ്ഞാൽ രാവിലത്തെ നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം വസുക്കൾക്ക് വേണ്ടിയും, മധ്യാഹ്ന സവനം രുദ്രനും, മൂന്നാമത്തെ സവനം ആദിത്യനുമുള്ളതാകുന്നു. വസുക്കൾ എന്ന് പറഞ്ഞാൽ 8 ദിക്കുകളാണ് ലോകത്തെ നയിച്ചു കൊണ്ടുപോകുന്നത്. ഓരോ ദിക്കിൽ സൂര്യൻ വരുമ്പോഴാണ് നമ്മൾ ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉദയസമയം ദിക്കുകളുടെ ദേവനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് വസുക്കൾ. ഇപ്പം രാവിലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വസുക്കൾക്കും, ഉച്ചക്ക് ഉള്ളത് രുദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തന്മാത്രകൾ, വസ്തുക്കളെല്ലാം ഉണ്ടായിരിക്കുന്ന ആറ്റങ്ങളിൽ നിന്നാണ്. മധ്യാഹ്നത്തിലെ രുദ്രനും, അവസാനത്തെ മൂന്നാമത്തെ വൈകുന്നേരം എല്ലാം ചെയ്യുന്ന കർമ്മങ്ങൾ സൂര്യനായിട്ടും മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്ന വസ്തുക്കൾ ഉപയോഗിച്ച്, നമ്മൾ നയിക്കുന്ന ദിക്കുകളെ ഉപയോഗിച്ച്, ദിക്കുകളിൽ സഞ്ചരിക്കുന്ന സൂര്യനെ അടിസ്ഥാനമാക്കി, സൂര്യനാണ് ദിക്കുകളിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രധാനം നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങൾ, രാവിലെ ചെയ്യുന്ന യജ്ഞങ്ങൾ ഒരു പ്രത്യേകതരമാണ്, ഉച്ചക്ക് പ്രത്യേകതരമാണ്, വൈകുന്നേരം ഒരു പ്രത്യേകതരമാണ്. അങ്ങനെ 3 തരം യജ്ഞങ്ങളായി തിരിച്ചുകൊണ്ട് ഒരു യജമാനൻ എങ്ങനെ യജ്ഞം ചെയ്യണം. നമ്മൾ രാവിലെ ചെയ്യുന്ന ഒരു യജ്ഞങ്ങളുണ്ടല്ലോ, ഉച്ചക്ക് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. രാവിലെ ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഉച്ചക്ക് ചോറ ഉണ്ടാക്കുന്നത്, വൈകുന്നേരം വേറെ വല്ലതുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു യജമാനൻ യജ്ഞം ചെയ്യുമ്പോൾ ഈ ധാരണ വെച്ചുകൊണ്ട് ചെയ്യണം. എന്താണ് ധാരണ? അപ്പോൾ യജമാനന് ലോകമില്ല. അപ്പം ഈ ലോകം ഈ 3 പേർക്കുള്ളതാണ്. വസുക്കൾക്കും രുദ്രനും സൂര്യനും ഉള്ളതാണ് ഈ ലോകം. അവരാണ് ലോകത്തെ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ലോകം ആരുടേതാണ്? അവരുടേതാണ്. അപ്പോൾ യജമാനന് സ്വന്തമായിട്ട് ഒന്നില്ല. ഇതൊന്നും യജമാനൻ്റേതല്ല. ഇന്നുള്ള യജമാനന്മാർ ചിന്തിക്കുന്ന എന്താണെന്ന്, എനിക്ക് ഈ സ്ഥലം വേണം, ഈ കാറ് വേണം, മറ്റേത് വേണം. ഇതെല്ലാം യജമാനന്മാർ. നമ്മൾ എന്തെങ്കിലും വാരി പിടിക്കാൻ നോക്കുന്നുണ്ട്, അതെല്ലാം വസ്തു, പ്രോപ്പർട്ടി. പക്ഷെ ഈ ലോകം തന്നെ ഇവരുടെ കൈമലാണ്. പിന്നെ നമുക്കെവിടെയാ ലോകം? അപ്പൊ യജമാനന് ലോകമില്ല. അതിനാൽ എല്ലാവരും ലോകം വാങ്ങിക്കാനുള്ള ഉപയോഗം അറിയാതെ ഇരിക്കുകയാണ്. അവർ യജ്ഞം എങ്ങനെയാണ് നടത്തുന്നതെന്ന് ചോദിക്കുകയാണ്. നമ്മളെല്ലാം യജമാനന്മാരാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലോ നേടിക്കൊണ്ടാണ്. ഈ നേടുന്നത് നമ്മളത് എന്ന ചിന്ത വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. അവർ ചെയ്യുന്ന യജ്ഞങ്ങൾ നമുക്ക് വേണ്ടിയാണ്, അതൊരു യജ്ഞമല്ല. യഥാർത്ഥത്തിൽ അവർക്ക് ഈ വസ്തുക്കൾക്കൊന്നും അവകാശവും ഇല്ല. ഇതെല്ലാം പ്രകൃതിയുടേതാണ്, ആ ശക്തിവിശേഷത്തിൻ്റെതാണ്. അതിൽ നമുക്ക് അവകാശമൊന്നുമില്ല.
നമ്മളെ കർമ്മം ചെയ്യാനാണ് വിട്ടിരിക്കുന്നത്. ചിലവരെ യജമാനനാക്കും, മുതലാളിയാക്കും. അത് ആ കർമ്മം ചെയ്യാനാണ്, അല്ലാതെ അവൻ ജന്മി എന്നെല്ലാം പറഞ്ഞ് വാരി കൂട്ടാനുള്ളതല്ല. അവനില്ല, അവകാശമില്ല. ഇത് ഈ ലോകത്തിന് വേണ്ടിയുള്ളതാണ്. ലോകം നയിക്കുന്നത് ഈ 3 ശക്തികളാണ്. വസുക്കളും രുദ്രനും സൂര്യനും മറ്റ് വിശ്വദേവതകളും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തത്. അപ്പൊ ഇവർക്കെല്ലാം അവകാശപ്പെട്ടതാണ് ഈ ലോകം. അവരും ഈ ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് ഇത് എൻ്റെ എന്നും പറഞ്ഞ് നടന്നിട്ട് സമനം ചെയ്യുന്നവർക്ക് അവർക്ക് യജ്ഞം ചെയ്യാൻ അവകാശമില്ല. ഇതറിഞ്ഞവനാണ് ഈ യജ്ഞം ചെയ്യേണ്ടത്. അപ്പൊ യജ്ഞം ചെയ്യുന്നവരാരാണ്? യഥാർത്ഥ യജ്ഞം എന്താണ്? ലോകത്തിന് വേണ്ടി നമ്മളെ ജനിപ്പിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ലോകത്തിനായി ചെയ്തു കൊടുത്തേക്കുക. അതാണ് യഥാർത്ഥ കർമ്മം. അല്ലാതെ ഞാൻ കുറേ ഫാക്ടറിയെല്ലാം ഉണ്ടാക്കിയിട്ട് എനിക്ക് വേണ്ടി എന്ന നിലയിൽ കർമ്മം ചെയ്യുന്നത് കർമ്മമല്ല. കാരണം അതൊന്നും അവൻ്റെ പ്രോപ്പർട്ടി അല്ല. പിന്നെ അവൻ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? അപ്പൊ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയവന്റെ യജ്ഞം ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. ഈ സത്യം മനസ്സിലാക്കിയവര് ഗാർഹ്യഭക്താഗ്നിയുടെ പിറകിലിരുന്നു കൊണ്ട്, അഗ്നിയുടെ പിറകിലിരുന്നു കൊണ്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്. അപ്പൊ രാവിലെ ചെയ്യുന്ന അഗ്നിക്ക് പ്രാധാന്യം ഗാർഹ്യഭക്താഗ്നിയാണ്. അവൻ എന്ത് ചെയ്യുന്നു? ആ അഗ്നിയുടെ പിറകിലിരുന്നു കൊണ്ട്, പിറകിലിരിക്കുക എന്ന് പറഞ്ഞാല് അതിനെ മുൻനിർത്തിയാണ് നമ്മൾ യജ്ഞം ചെയ്യേണ്ടത്. രാവിലെ വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് യജമാനൻ എന്ത് വേണം? വസുക്കൾക്കായിട്ട് യജ്ഞം നടത്തുന്നു, സവനം നടത്തുന്നു, അല്ലെ യജ്ഞം നടത്തുന്നു. ആർക്ക് വേണ്ടി? രാവിലെ ചെയ്യുന്നത് വസുക്കൾക്ക്, ദിക്കുകൾക്ക്, ദിക്കുകളുടെ ദേവന് വേണ്ടിയിട്ട്. ദിക്കുകളാണ് നമ്മളെ യജ്ഞത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ആ ദിക്കുകൾക്ക് വേണ്ടി നമ്മൾ യജ്ഞം ചെയ്യുന്നു. എന്നിട്ട് പറയണം ലോകത്തിൻ്റെ ദ്വാരം തുറക്കട്ടെ, അതായത് ലോകം വിസ്തൃതമാകട്ടെ എന്ന ലക്ഷ്യത്തോടുകൂടി ഈ ലോകം ദ്വാരം തുറക്കട്ടെ എന്നാൽ ലോകം വികസിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തട്ടെ എന്ന ഒരു വിശ്വാസത്തോടു കൂടി അങ്ങേ അതിലൂടെ നമുക്ക് കാണാമല്ലോ എന്ന നിലയിൽ അവൻ യജ്ഞം ചെയ്യണം രാവിലെ. എന്നിട്ട് അവൻ താഴെ പറയുന്ന മന്ത്രത്താൽ ഹോമിക്കണം. അവൻ ചെയ്യുമ്പോൾ പറയേണ്ട മന്ത്രം താഴെ പറയുന്നതാണ്. ആ സമയം രാവിലെ അവൻ യജ്ഞം ചെയ്യുമ്പോൾ, ഒരു യജമാനനാണ്, ഒരു മുതലാളിയാണെങ്കിലും ഒരു ഭരണാധികാരി ആണെങ്കിലും രാവിലെ യജ്ഞം ചെയ്യുമ്പോൾ പറയേണ്ട മന്ത്രം ഇതാണ്. ഈ മന്ത്രം ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ട് വേണം യജ്ഞം ചെയ്യാൻ, ഹോമിക്കാൻ. പൃഥ്വി ലോകത്തിൽ വസിക്കുന്നു. ഈ ഭൂമി ലോകത്തിൻ്റെ ഭാഗമാണ്. ഈ ഭൂമിയിലുള്ള നമ്മളും ഈ ലോകത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ എൻ്റെ ഒന്നുമല്ല. ഭൂമിയെല്ലാം ലോകത്തിൻ്റെതാണ്. ഈ ഭൂമി തന്നെ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലാതെ എൻ്റേതല്ല. ഈ ലോകത്തിൽ വസിക്കുന്ന അഗ്നിക്ക് നമസ്കാരം. അഗ്നി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്. ഊർജം ഉപയോഗിച്ചിട്ടാണ് അതിന് നമസ്കാരം. യജമാനനായി ആയ എനിക്കായി ലോകം ലഭിക്കണേ. യജമാനനായ എനിക്കായിട്ട് എന്താണ് വേണ്ടത്? ലോകമാണ് ലഭിക്കേണ്ടത്. അല്ലാതെ എനിക്ക് കുറച്ച് സ്ഥലം, കുറച്ച് ഫാക്ടറികൾ, കുറച്ച് മതിൽ കെട്ടിയ സ്ഥലങ്ങൾ, ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് എന്താ വേണം? ലോകം ലഭിക്കണം. ലോകം ലഭിച്ചാൽ ആ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയാണ്. പിന്നെ എൻ്റെ വസ്തുവിൻ്റെ അകത്തുള്ളതിനെല്ലാം ഞാൻ സംരക്ഷിക്കൂല. എൻ്റെ വസ്തുവിൻ്റെ അകത്തുള്ള തെങ്ങിനെയും മാവിനെയും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെയെല്ലാം ഞാൻ സംരക്ഷിക്കുന്നത് പോലെ എനിക്ക് ലോകം ലഭിക്കണം എന്ന നിലയിലാണ് അവൻ യജ്ഞം ചെയ്യേണ്ടത്. അപ്പൊ ആ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് അവൻ യജ്ഞം ചെയ്യുക. അത്രയും അർത്ഥമാണ് ഈ വരികൾക്കുള്ളത്. യജമാനായി എനിക്ക് ലോകം ലഭിക്കട്ടെ. അത് യജമാനനായ എൻ്റെ ലോകമാണ്. ഈ ലോകം എൻ്റേതാണ്. അല്ലാതെ ഈ പറമ്പ് എൻ്റേതാണ്, എൻ്റെ ഈ ഫാക്ടറി എൻ്റേതാണ്, ഈ വള എൻ്റേതാണ്, ഈ കാർ എൻ്റേതാണ് എന്നല്ല, ഈ മക്കള് എൻ്റേതാണ് എന്നല്ല. ഈ ലോകം എൻ്റേതാണ് എന്ന നിലയിലാണ് രാവിലത്തെ യജ്ഞം ചെയ്യേണ്ടത്. യജമാനനായ ഞാൻ
ജീവിതകാലം കഴിഞ്ഞാൽ ഈ ലോകത്തിലേക്ക് തന്നെ ഗമിക്കണമേ. ഈ ലോകത്തിൽ തന്നെ എവിടെയോ ഞാൻ ഗമിക്കും. ഞാനിവിടെ മരിച്ച ജീവിതം, എൻ്റെ യജ്ഞങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തിൽ തന്നെയാണ്. ഞാൻ ലോകത്തിൽ നിന്ന് വന്നതാണ്, ലോകത്തിലേക്ക് പോവുകയാണ്. ഈ ലോകം എൻ്റേതാണ്. ആ ഒരു മനസ്ഥിതി വെച്ചുകൊണ്ട് വേണം അവൻ യജ്ഞം ചെയ്യാൻ. അല്ലെ ഇത് എൻ്റേത് എന്ന ചിന്ത വെച്ചുകൊണ്ട് യജ്ഞം ചെയ്യരുത്. അങ്ങനെ ആർക്കും അല്ല ഇത്. ഈ ലോകം വേറെ ആ ശക്തിയുടേതാണ്. നമുക്കതിൻ്റെ അകത്ത് ഒന്നുമില്ല. നമ്മൾ ഇട്ടെറിഞ്ഞ് പോകേണ്ടതാണ്. ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി വന്നതാണ്, അത് ചെയ്തു കൊടുത്തിട്ട് അങ്ങ് പോവുക. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മളുടേതല്ല. മധ്യാഹ്നത്തിൽ ദക്ഷിണാഗ്നിയെ പിറകിൽ ഇരുന്നു കൊണ്ട് യജ്ഞം ചെയ്യണം. അഗ്നിയെ മൂന്നായി തിരിഞ്ഞിട്ട് പറയുകയാണ്. കർമ്മം ചെയ്യുന്നതിന് നേച്ചറിന് വ്യത്യാസമുണ്ട്. അതാണ് ദക്ഷിണാഗ്നി എന്ന് പറയാൻ. രാവിലെ ചെയ്യുന്ന കർമ്മമല്ല ഉച്ചക്ക് ചെയ്യുന്ന ടൈപ്പ്. അപ്പൊ അതിൻ്റെ പിറകിലിരുന്നു കൊണ്ട് വടക്കോട്ട് നോക്കിക്കൊണ്ടിരുന്നു കൊണ്ട് യജമാനൻ രുദ്രനായിക്കൊണ്ട് അഭിഗാനം ചെയ്യണം. രുദ്രനെ സ്തുതിച്ചുകൊണ്ട് യജ്ഞം ചെയ്യണം. ഉച്ചക്ക് ചെയ്യുന്നത് ഈ ലോകത്തിലെ പ്രപഞ്ച വസ്തുക്കൾക്ക് വേണ്ടിയാണ്. ആറ്റങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് യജ്ഞം ചെയ്യേണ്ടത്. അങ്ങനെ ഹോമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷ ലോകത്തിലെ വായുവിന് നമസ്കാരം പറയണം. എന്നിട്ട് എന്ത് വേണം? യജമാനൻ എനിക്ക് വേണ്ടി ലോകത്തെ ലഭിക്കണേ എന്ന് പറയണം. ഈ ലോകം എനിക്ക് ലഭിക്കണേ. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ലോകത്തിന് വേണ്ടിയാണ് അപ്പോൾ യജ്ഞം ചെയ്യുക. ലോകം എൻ്റേതാണ്. ആ ഒരു വിശാല വീക്ഷണത്തോടു കൂടിയാണ് യജ്ഞം ചെയ്യേണ്ടത്. ലോകം എൻ്റേതാണ്, ഈ ലോകം എനിക്ക് ലഭിക്കണേ. ഞാൻ ആയുസ് കഴിഞ്ഞാൽ ഈ ലോകത്തിലേക്ക് തന്നെ ഗമിക്കണേ. ജനിച്ച് മരിക്കുമ്പോഴും ഞാൻ ഈ ലോകത്തിലേക്കാണ് പോകുന്നത്, ലോകത്തിൽ നിന്നാണ് വരുന്നത്. ഈ ലോകം എൻ്റേതാണ്. അപ്പം ഈ ലോകത്തിലുള്ള എല്ലാം എന്താണ്? എൻ്റേതാണ്. അല്ലാതെ എനിക്ക് എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, ഇങ്ങനത്തെ ചിന്താഗതിയൊന്നും പാടില്ല. അതൊന്നും അർത്ഥം പറയുന്നില്ല. അതെല്ലാം നമ്മൾ സ്വയം ചിന്തിച്ചോളുക. ചുരുക്കിയാണ് പറയുന്നത്. ലോകധാരത്തിലുള്ള വിലങ്ങുതടി നീങ്ങണേ. ലോകദ്വാരം, ലോകം വികസിച്ചു വരുന്നതിനുള്ള വിലങ്ങുതടി മാറണേ. അതായത് ലോകം പുരോഗമിക്കണേ. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തണേ. അതാണ് കലിയുഗത്തിൻ്റെ അവസാനം, വസുദേവ കുടുംബം. അതിലേക്ക് എത്തിച്ചേരണേ. എന്നിട്ട് സ്വാഹ പറഞ്ഞുകൊണ്ട് യജ്ഞം അവസാനിപ്പിക്കണം. മൂന്നാമത്തെ സവനത്തിൽ വൈകുന്നേരത്തെ യജ്ഞം ചെയ്യുമ്പോൾ ആവഹനയാഗ്നിയുടെ പിന്നിലിരുന്നു കൊണ്ട്, വടക്ക് മുഖമായിരുന്നു കൊണ്ട് ആദിത്യദേവനെയും മറ്റു ദേവതകളെയും അഭിഗാനം ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ദേവതകളെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് യജ്ഞം ചെയ്യേണ്ടത്. അവർക്കാണ് യജ്ഞം ചെയ്തു കൊടുക്കേണ്ടത്. ഞാൻ സ്വരാജ്യത്തിനായി അങ്ങയെ കാണട്ടെ. എൻ്റെ രാജ്യമാണിത്, ഈ ലോകം. അതിനായിട്ട് അങ്ങയെ കാണുന്നു. സൂര്യനെയും വസുക്കളെയും എല്ലാം കാണുന്നു. അങ്ങ് ലോകദ്വാരം തുറക്കുക. അതിലൂടെ യജ്ഞം ചെയ്യുമ്പോൾ ഈ ലോകം വികസിച്ചു വരട്ടെ. ഞാൻ സ്വരാജ്യത്തിനായി ഗാനം ചെയ്യുന്നു. എൻ്റെ രാജ്യത്തിനായി, ലോകത്തിനായി ഞാൻ ഗാനം ചെയ്യുന്നു. ഇവിടെയെല്ലാം വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യാനാണ് പറയുന്നത്. അതിനുശേഷം ഹോമിക്കണം. ആദിത്യനെയും വിശ്വദേവന്മാരെയും നമിക്കുന്നു. യജമാനനായ എനിക്കായി ലോകം ലഭിക്കണം. യജമാനനായ ഈ ലോകത്തിൻ്റെ യജമാനനായി മാറണം ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം എൻ്റേതാണ് എന്ന ചിന്തയോടുകൂടി ഭരണാധികാരികൾ, മുതലാളിമാരായാലും ഭരണാധികാരികളെല്ലാം, യജമാനൻ എന്ന് പറയുമ്പം ഞാനും ഒരു യജ്ഞം ചെയ്യുകയാണെങ്കിൽ എൻ്റെ പരിധിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടല്ലേ യജ്ഞം ചെയ്യുക. അപ്പം അത് എൻ്റേതാണെന്ന് ചിന്തിക്കരുത്. ഇതെല്ലാം ലോകത്തിൻ്റേതാണ്. ലോകത്തിനായിട്ടാണ് യജ്ഞം ചെയ്യുന്നത്. ഇത് യജമാനന്റെ ലോകമാകുന്നു. ഈ യജമാനന്റെ ലോകമാകുന്നു, എൻ്റെ ലോകമാണിത്. ആ ഒരു ചിന്താഗതി എനിക്ക് വരണം. എൻ്റെ വസ്തു, എൻ്റെ മക്കൾ എന്ന ചിന്താഗതി വിട്ടിട്ട് ഈ ലോകം എൻ്റേതാണ്, ഈ ലോകം മുഴുവൻ എൻ്റേതാണെന്ന് ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ യജ്ഞം ചെയ്യും. ലോകത്തിന് വേണ്ടി യജ്ഞം ചെയ്യും. എല്ലാവരും നമ്മളെ മക്കൾ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നെല്ലാം പറയുന്നില്ലേ, അതായിട്ട് മാറും.
ഞാൻ യജമാനായ എൻ്റെ ആയുസ് അങ്ങനെ യജ്ഞം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തിലേക്ക് തന്നെ പോകണം. ഇപ്പൊ പറയുന്നത് അതാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിൽ നിന്ന് വരുന്നു, ലോകത്തിലേക്ക് പോകുന്നു. ഈ ലോകം ഒന്നാണ്, അല്ലാതെ എൻ്റേതായിട്ടൊന്നുമില്ല. ഞാൻ എന്നെ ലോകത്തിലേക്ക് തന്നെ കൊണ്ടുപോകണേ. അതാണ് മരിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഇതൊന്നും എൻ്റേതല്ല, കൊണ്ടുപോകാൻ പറ്റില്ല. ഈ യജമാനൻ ആദിത്യനെയും വസുക്കളെയും മൂന്നാമത്തെ സ്ഥാപനത്തിൽ എന്ത് വേണം? അവര് ഉദ്ദേശിച്ചുകൊണ്ട് ഗാനം ആലപിക്കണം. അതായത് അവരുടെ സ്തോത്രങ്ങൾ ലഭിച്ചുകൊണ്ട് വൈകുന്നേരത്തിലെ യജ്ഞങ്ങൾ ചെയ്യണം. ഈ തത്വം അറിയുന്നവൻ യജ്ഞമാഹാത്മ്യം അറിയുന്നു. ഈ തത്വം അറിയുന്നവരാണ് യജ്ഞത്തിന്റെ മാഹാത്മ്യം അറിയുന്നത്. അപ്പൊ യഥാർത്ഥ യജ്ഞം എന്താണ്? നമ്മൾ നമ്മളെ വീട്ടുകാർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞമല്ല യഥാർത്ഥ യജ്ഞം. ഈ ലോകം എൻ്റേതാണെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാറ്റിനും വേണ്ടി ചെയ്യുന്ന യജ്ഞമാണ് യഥാർത്ഥ യജ്ഞം. ഇതറിയുന്നവൻ ആ യജ്ഞമാഹാത്മ്യം അറിയുന്നു. ഇതോടുകൂടി ഈ അധ്യായം അവസാനിച്ചു. രണ്ടാമത്തെ അധ്യായം അവസാനിച്ചു. ഇനി മൂന്നാമത്തേലേക്ക്.